മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വാമദേവൻ്റെ അടുത്ത് പോയി വന്ന ശേഷം ഉണ്ണി ഇങ്ങനെ കരുണയോട് പറയാണ്, ഇനി വാമേട്ടന് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നിങ്ങനെ പറയാണ്. അതിനെ നിങ്ങളിനി ഒന്നും ചെയ്യണ്ട, ഇനി ഞാൻ ചെയ്യുന്നത് അവളെയാണ്. കാരണം നിങ്ങൾക്കൊന്നിനും പറ്റില്ല. കാരണം വാമേട്ടൻ ഇങ്ങനെയായി. അതേപോലെ തന്നെ എൻ്റെ കൊലകൊമ്പനായ അച്ഛനും സാധിക്കാതെയായി. അച്ഛനും പിന്മാറി. അതേപോലെ മേഘേട്ടനെ ഞാൻ കരുതിയിരുന്നതാണ്. മേഘേട്ടനൊരു ഇത്തിരി സാമർഥ്യമൊക്കെ ഉണ്ട് എന്ന്. പക്ഷേ മേഘേട്ടൻ തനി ഒന്നിനും കൊള്ളരാത്തവനായ കാരണമാണ് ഭാര്യ അടക്കം ഉപേക്ഷിച്ചു പോയത്. ഇനി നിങ്ങളാരും ചെയ്യണ്ട. കാരണം ഇനി ഞാനാണ് ചെയ്യുന്നത്. ഒന്നില്ലേ ഞാൻ അവളെ വിഷം കൊടുത്ത് കൊല്ലും, അല്ലെങ്കിൽ ഗുണ്ടകളെ വെച്ച് ഞാൻ അവളെ കൊല്ലും. അത് ഉറപ്പായ കാര്യമാണ്. കാരണം എൻ്റെ അച്ഛൻ്റെ കയ്യിൽ പൈസയുണ്ട്, ആ പൈസ മുഴുവൻ എൻ്റെ കയ്യിലാണ് എന്നിങ്ങനെ കരുണ ദേഷ്യത്തോട് കൂടിയിട്ട് പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ ഉണ്ണി പറയുന്നുണ്ട്, കരുണേ നീ ഒന്നും ചെയ്യണ്ട. കാരണം നിൻ്റെ വയറ്റിലൊരു കുഞ്ഞുണ്ട്, അത് നീ ഓർമ്മ വേണം എന്നിങ്ങനെ പറയണം. അവൾക്ക് വേണ്ടി, മഹാലക്ഷ്മിക്ക് വേണ്ടി ഞാൻ ഇനി എന്തെങ്കിലും ചെയ്യും, അല്ലാതെ നീ ഒന്നും ചെയ്യണ്ട എന്നിങ്ങനെ പറയണം കേട്ടോ. അതേ, നിങ്ങൾ ചെയ്യണ കാര്യമൊന്നും പറയണ്ട. പട്ടിയുടെ വില പോലും നിങ്ങൾക്കില്ല എൻ്റെ മുൻപിൽ. അതുകൊണ്ട് നിങ്ങൾ കൂടുതൽ വർത്തമാനം പറയണ്ട. എന്നെ ദേഷ്യം പിടിപ്പിക്കാതെ പോകാൻ നോക്കുന്നുണ്ടോ എന്നിങ്ങനെ കരുണ ഉണ്ണിയോട് ചൂടാവുകയാണ് കേട്ടോ. അതേസമയം ഉണ്ണി വിചാരിക്കണേ ഇവളോട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല എന്ന് പറഞ്ഞ് ഉണ്ണി തിരിച്ചു പോവുകയാണ് കേട്ടോ. അതേസമയം ആശുപത്രിയിൽ കണ്ണനും മഹാലക്ഷ്മിയും കൂടി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഡോറ് ബെല്ലടിക്കുകയാണ് കേട്ടോ. രണ്ടുപേരും വേഗം അകത്തേക്ക് കയറുകയാണ്. അകത്തേക്ക് കയറിയിട്ട് മഹാലക്ഷ്മി അങ്ങനെ കുത്തിപ്പിടിക്കുകയാണ് കേട്ടോ. കൊല്ലാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പിടിക്കുകയാണ്. അയ്യോ ഒന്നും ചെയ്യരുത് എൻ്റെ മഹ്യ, ഒന്നും ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് കണ്ണൻ ഇങ്ങനെ കരയാണ് കേട്ടോ. നിങ്ങൾക്ക് ആരാ കൊട്ടേഷൻ തന്നിരിക്കണേ? മേഘനാഥനായിരിക്കും തന്നിരിക്കുന്നത്. കാരണം മറ്റുള്ളവരൊന്നും തരാൻ പറ്റാത്ത കണ്ടീഷനാണ്. കാരണം വാമദേവൻ വീൽ ചെയറിലായിരിക്കുകയാണല്ലോ. അതേപോലെ പ്രതാപൻ അങ്കിളും തരില്ല, മേഘനാഥനാണ്. വെറും മേഘനാഥൻ്റെ ശംശിയാണ്. ഞങ്ങളല്ല ഒരിക്കലും ചെയ്തിരിക്കുന്നത്. സാഗറും മഞ്ജുവിനും ഒന്നിക്കാൻ ഞങ്ങൾ ഒരു കാര്യവും ചെയ്തിട്ടില്ല എന്നെല്ലാം അങ്ങനെ കണ്ണൻ കിടന്ന് കരഞ്ഞ് പറയണം കേട്ടോ. അതേസമയം കൊലയാളികൾ കണ്ണനെ നേരെ പോവുകയാണ് കേട്ടോ. അത് കാണുമ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട്, അയ്യോ കണ്ണേട്ടനെ ഒന്നും ചെയ്യരുത്, എൻ്റെ ജീവൻ വേണമെങ്കിൽ നിങ്ങൾ എടുത്തോളൂ, പക്ഷേ എൻ്റെ കണ്ണേട്ടനെ ഒന്നും ചെയ്യരുത് എന്നിങ്ങനെ പറയണം. കണ്ണനും അതുപോലെ പറയണം, എന്നെയല്ലേ നിങ്ങൾ എടുത്തോളൂ, എന്നെയല്ലേ നിങ്ങൾക്ക് വേണ്ടത്, അത് കാരണം അവളെ വിട്, അവളെ ഒന്നും ചെയ്യരുത് എന്നിങ്ങനെ പറയും കേട്ടോ. രണ്ടുപേരും നിസ്സഹായ അവസ്ഥയാണ് കേട്ടോ. കണ്ണന് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല. കണ്ണങ്ങനെ കൈയൊക്കെ കുത്തി പിടിച്ച് എഴുന്നേൽക്കുന്നുണ്ട് കേട്ടോ. അതേസമയം കണ്ണൻ പറയുന്നുണ്ട്, നിങ്ങളൊന്നും ചെയ്യാതെ അവളെ ഒരു കാര്യം ചെയ്യരുത്. നിങ്ങൾക്ക് മേഘനാഥൻ തന്നതിനേക്കാളും ഇരട്ടി പൈസ ഞാൻ തരാം, എൻ്റെ കയ്യിൽ ഒരുപാട് സമ്പത്തുണ്ട്, നിങ്ങൾ അവളെ ഒന്നും ചെയ്യരുത് എന്നെല്ലാം പറയണം കേട്ടോ. അതേസമയം ഗുണ്ടകൾ അങ്ങനെ മഹി ബാഗ് എടുക്കാൻ നോക്കണം കേട്ടോ. ആ ബാഗൊക്കെ തട്ടിപ്പെറുക്കിയാണ്. ബാഗിൽ നിന്ന് ഫോൺ എടുത്ത് വിളിക്കുക എന്ന് പറഞ്ഞിട്ട് ആ ബാഗിനെയൊക്കെ തട്ടിപ്പെറുക്കിയാണ് കേട്ടോ. അതേസമയം കത്തി എടുത്തിട്ട് വയറിനകത്തേക്ക് മഹാലക്ഷ്മിയെ കഴുത്തിന് കുത്തി പിടിച്ചിട്ട് അവർ കുത്തുകയാണ് കേട്ടോ. ബ്ലഡൊക്കെ ഇങ്ങനെ വരുന്നത് പോലെ നമ്മുടെ കണ്ണന് തോന്നുകയാണ്. കണ്ണന് എന്ത് ചെയ്യണമെന്ന് അറിയാതെ സമനില തെറ്റിയ പോലെ കണ്ണൻ അങ്ങനെ ചാടി എഴുന്നേൽക്കുകയാണ് കേട്ടോ. ചാടി ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുകയാണ് കേട്ടോ. അതേസമയം പെട്ടെന്ന് തന്നെ അവിടെ അതുവരെ ഇവർ ബഹളം വെച്ചിട്ട് ഒരു മനുഷ്യൻ പോലും വന്നില്ല. മഹാലക്ഷ്മി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, വൈദ്യര് പറഞ്ഞതാണ് നിങ്ങൾക്ക് ആരും വേണ്ട, ഞങ്ങളുണ്ട് എന്നിങ്ങനെ പറഞ്ഞാണ്. അതെല്ലാവരും ആലോചിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ കൈ കൊട്ടുമ്പോൾ വൈദ്യരായിരിക്കും കേട്ടോ. എന്തായാലും നന്നായി എന്ന് പറയണം കേട്ടോ. കണ്ണാ നീ എന്താ ചെയ്തിരിക്കണേ, ഇരിക്കുകയാണോ നിൽക്കുകയാണോ നോക്ക് നീ ആദ്യം എന്നിങ്ങനെ പറയണം കേട്ടോ. അത് കാണുമ്പോഴാണ് കണ്ണൻ ഇങ്ങനെ നിൽക്കുകയാണല്ലോ എന്നിങ്ങനെ ആലോചിക്കണം. മഹിയുടെ വയറിലേക്ക് നോക്കുമ്പോൾ കത്തിയില്ല, ചോരയില്ല, ഒന്നുമില്ല. അതിനുശേഷം വൈദ്യരിങ്ങനെ പറയാണ്, ഞാനും മാർക്കവും കൂടിയിട്ട് ഒരു നാടകം നടത്തിയതാണ്. കാരണം ഇത് മേഘനാഥൻ മഹാലക്ഷ്മിയെ കൊല്ലാൻ വേണ്ടി കൊണ്ടുവന്ന ഗുണ്ടകളാണ്. അവരെ കൂട്ടുപിടിച്ചിട്ട് ഞാനിങ്ങനെ ഒരു നാടകം കളിച്ചതാണ്, വേറെ ഒരു വഴിയില്ല. കാരണം ഇന്നലെ പറഞ്ഞതാണ് കണ്ണൻ ഒന്നും ശരീരത്തിന് ഒരു ബാലൻസ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞതാണ്. ഇതൊരു നാടകത്തിലൂടെ മാത്രമേ കണ്ണനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി കളിച്ചതാണ് എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം കണ്ണ നീ ഇപ്പം എന്താ ചെയ്യണമെന്ന് നോക്ക്, ഇരിക്കുകയല്ല നിൽക്കുകയാണ് എന്നിങ്ങനെ പറയണം. അതിങ്ങനെ കണ്ട സമയത്ത് കണ്ണൻ എന്ത് ചെയ്യണമെന്ന് അറിയാതെ അങ്ങനെ കണ്ണനങ്ങനെ സന്തോഷം കൊണ്ട് കരയണം കേട്ടോ. മഹാലക്ഷ്മി ഓടി വന്ന് കണ്ണനെ കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ. ജീവിതത്തിൽ നിങ്ങൾ കാണാൻ ആഗ്രഹിച്ചാണ് നിൻ്റെ ഭാര്യയുടെ പ്രാർത്ഥന, അതൊന്നുകൊണ്ട് മാത്രമാണ് കണ്ണ നീ ഇങ്ങനെ ആയത് എന്നിങ്ങനെ തോമസ് വൈദ്യർ പറയണം കേട്ടോ. ഇനി നിനക്ക് ഇങ്ങോട്ട് വരേണ്ടി വരില്ല. കാരണം എൻ്റെ ചികിത്സ ഫലം കണ്ടു, നിൻ്റെ ഭാര്യയുടെ പ്രാർത്ഥനയും. ഇനി നിനക്ക് ജീവിതത്തിലേക്ക് നീ 12-ാം വയസ്സിൽ എങ്ങനെയായിരുന്നോ അതേപോലെയുള്ള കണ്ണനാണ് വന്നിരിക്കുന്നത്. കണ്ണ നീ ഇനി ഇരിക്കണ്ട, നീ നടക്ക് എന്നിങ്ങനെ പറയണം കേട്ടോ. മഹാലക്ഷ്മിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് കണ്ണനിങ്ങനെ കരയാണ്. നമ്മളെല്ലാവരും ഇതുവരെ കാത്തിരുന്ന ഒരു എപ്പിസോഡാണ് കണ്ണൻ്റെ ഉയർത്തെഴുന്നേൽപ്പ്. ആ എപ്പിസോഡാണ് ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്.